നമസ്കാരം. വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന്റെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയാണ്. മധുരൈ ഈസ്റ്റിൽ വിജയ് 2026 തമിഴക വെട്രിക്കഴകത്തിന്റെ തലവൻ വിജയ് മധുരൈ ഈസ്റ്റിൽ മത്സരിക്കുമെന്നുള്ളതാണ് ആ പ്രഖ്യാപനം. വിജയുടെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം എന്ന് തന്നെ പറയേണ്ടി വരും. അത് നടക്കുന്നതും മധുരൈ വെച്ചാണ്. മധുരൈ ഈസ്റ്റിൽ വെച്ച് വിജയ് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ സമ്മേളനത്തിൽ വിജയ് വ്യക്തമാക്കുന്നു. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളാണ് ഈ സമ്മേളനം കാണാനായി എത്തിയത്. വിജയോടുള്ള ആരാധന മൂത്ത് 1 കിലോമീറ്റർ വിജയ്ക്കുള്ള ആ ഒരു നടക്കുന്ന ഏരിയയിൽ എത്രയോ ആളുകൾ ഇടിച്ചു കയറി വരികയും വിജയുടെ അംഗരക്ഷകർ അവരെയൊക്കെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. പക്ഷേ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി കൃത്യമായ അടിസ്ഥാനത്തിൽ വിജയ് രൂപം കൊണ്ടും അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ അതിന് കൃത്യമായ ധാരണയുമായിട്ടാണ് വിജയ് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് വിജയ് തന്നെ പറയുന്നത് താൻ മത്സരിക്കുന്നത് മധുരൈ ഈസ്റ്റിലാണ് എന്നുള്ള കൃത്യമായ പ്രഖ്യാപനം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനൊപ്പം നിൽക്കാൻ തൻ്റെ കൂട്ടർ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നവർ തൻ്റെ കൂടെ നിൽക്കണമെന്നും വിജയ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും വിജയ് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, BJP-ക്കെതിരെ, അത് സെൻട്രലിൽ നിൽക്കുന്ന BJP-ക്കെതിരെ വിജയ് സംസാരിച്ചു. അതോടൊപ്പം തന്നെ DMK-ക്കെതിരെ വിജയ് സംസാരിച്ചു. നമുക്കറിയാം ഈ ഒരു സമ്മേളനം വരുമ്പോൾ തന്നെ വിജയ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ഈ 2 പാർട്ടികൾക്ക് എതിരെ തന്നെയാണ്. പക്ഷേ വിജയ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മത്സരം BJP ഇല്ല, മത്സരം TVKയും DMKയും തമ്മിലാണ് എന്നുള്ളത് പറയുന്നു. തമിഴക വെട്രിക്കഴകവും DMKയും തമ്മിലാണ് മത്സരം എന്നുള്ളത് വിജയ് കൃത്യമായി മധുരൈ സമ്മേളനത്തിൽ വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് പറയുന്ന ഒരു കാര്യമുണ്ട്, BJP-ക്കെതിരെ ശക്തമായിട്ടാണ് വിജയ് ഈ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചത്. വിജയ് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, BJP തമിഴ്നാട്ടിലെ പാവപ്പെട്ടവരുടെ കണ്ണീര് കാണുന്നില്ല, അവരുടെ സങ്കടം നോക്കുന്നില്ല എന്നുള്ളത് വിജയ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ BJP എങ്ങനെയാണ് വഞ്ചിക്കുന്നത്, BJP എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത് തുടങ്ങിയ വളരെ ഗുരുതരമായ വിഷയങ്ങളും വിജയ് ഇതിനകത്ത് ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റാലിനെതിരെ ശക്തമായി വിജയ് ആഞ്ഞടിക്കുകയും ചെയ്തു. സ്റ്റാലിനെതിരെ ആഞ്ഞടിക്കുന്നത് വിജയ് ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ വിജയ് ഇത്തവണ ആഞ്ഞടിക്കുന്നത് സ്റ്റാലിൻ്റെയും DMK ഗവൺമെൻറ്റിനെയും എതിരെ തന്നെയാണ്. അത് പാവപ്പെട്ട സ്ത്രീകളെയും പിന്നോക്കമായി നിൽക്കുന്ന ആളുകളെയും ഒക്കെ കൃത്യമായി DMK ചതിക്കുകയാണ്, പറ്റിക്കുകയാണ് എന്നുള്ളതാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. പല വാഗ്ദാനങ്ങൾ ഇവർക്ക് എല്ലാവർക്കും നൽകി അതൊന്നും പാലിക്കാത്ത ഒരു DMK ഗവൺമെൻറ്റാണ് നിലവിൽ പൊക്കോണ്ടിരിക്കുന്നതെന്നും ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കരുതെന്നും വിജയ് ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. വിജയ് DMK-ക്കെതിരെ ഓരോ തവണ മുന്നോട്ട് വരുമ്പോൾ പോലും വിജയ് മുന്നോട്ട് വെക്കുന്നതും വിജയുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നതും 2026 ഇലക്ഷൻ തന്നെയാണ്. വിജയ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, താനൊരു സ്വതന്ത്ര പാർട്ടിയായിട്ട് തന്നെ മത്സരിക്കുമെന്നും ലോക്സഭയിൽ പോലും ഒരു പാർട്ടിയുമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള വിജയുടെ പ്രഖ്യാപനം വളരെ ഞെട്ടലോടെയാണ് തമിഴ്നാട് ജനത അന്ന് കേട്ടത്. കാരണം വിജയ് അന്ന് മുതൽ വ്യക്തമായി എടുത്തിരുന്ന ഒരു തീരുമാനം 2026 ഇലക്ഷനിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ, അതും ഒരു സ്വതന്ത്ര പാർട്ടിയായി, ആർക്കും പിന്തുണ നൽകിക്കൊണ്ട് പോവില്ല, താൻ തന്നെ ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുമായി ഇലക്ഷനുമായി മുന്നോട്ട് പോകുമെന്നുള്ള വിജയുടെ പ്രഖ്യാപനം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതിൽ തന്നെയാണ് വിജയ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. BJP-ക്കെതിരെ, സെൻട്രൽ ഗവൺമെൻറ് BJP-ക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് DMK-ക്കെതിരെ വിജയ് ശക്തമായി ആഞ്ഞടിക്കുന്നു. ഇതെല്ലാം TVK വരുന്നതോടുകൂടി ഒരു വലിയ മാറ്റം തമിഴ്നാട് ജനതയ്ക്ക് മുന്നിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും കൂടി വിജയ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് മധുരൈ ഈസ്റ്റിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും TVK ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുള്ള കാര്യത്തിലും വളരെയധികം ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ആദ്യം ഒക്ടോബറിൽ വെച്ചാണ് വില്ലുപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം ആദ്യമായി നടത്തുന്നത്, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വെച്ച് നടത്തുകയും കൂടി ചെയ്യുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, വിജയ് ഓരോ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ അനുമോദന ചടങ്ങുകൾ നടത്തുന്നതോടുകൂടി വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വ്യക്തമാണ്. സ്ത്രീകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, പാർട്ടി മുന്നോട്ട് പോകുമെന്ന കാര്യം വിജയ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ BJP-ക്കെതിരെ വിജയ് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ്. അതുപോലെ പാവപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ TVK ഒപ്പം ഉണ്ടാകുമെന്നുള്ളതും കൂടി വിജയ് വ്യക്തമാക്കുന്നതോടുകൂടി ഒരു വലിയ സമൂഹത്തെ തൻ്റെ ഒപ്പം നിർത്തുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി വിജയ് പ്ലാൻ ചെയ്യുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയുടെയും TVK-യുടെയും
പാർട്ടി എന്ന രീതിയിലും വിജയ് എന്ന വ്യക്തിക്കും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിജയ്ക്ക് നിലവിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, വിജയുടെ അവസാന ചിത്രം എന്നുള്ള രീതിയിൽ പോലും ജനുവരി 9 റിലീസാവുന്ന ജനനായകനാണോ എന്നൊരു ചോദ്യത്തിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജയുടെ ഒപ്പമുള്ളവർ പറയുന്ന കാര്യം, ഈ ഇലക്ഷൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് വിജയ് തൻ്റെ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുമോ അതോ സിനിമാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലായ്മ തുടരുന്നുണ്ട് എന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിജയ് എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് വരണമെന്നാണ്. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് താൻ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ അതിനൊരൊറ്റ ധാരണ മാത്രമേ ഉള്ളൂ: രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഇറങ്ങുക, രാഷ്ട്രീയവും സിനിമയുമായി താൻ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകില്ല. ഒന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ. അതിൽ സിനിമ വെട്ടിമാറ്റിക്കൊണ്ടാണ് വിജയ് രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായ പ്ലാനിങ്, വർഷങ്ങൾ നീണ്ട പ്ലാനിങ് വിജയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് ശക്തമായ രീതിയിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ പല പ്രധാനപ്പെട്ട താരങ്ങളും തകർന്നു പോയതും ആ ഒരു സാഹചര്യം കൂടി കൊണ്ടാണ്. വ്യക്തമായ പ്ലാനിങ് ഇല്ലായ്മ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പിഴവ് വരുത്താതിരിക്കാൻ വേണ്ടി വിജയ് കൃത്യമായ നീക്കങ്ങൾ തന്നെയാണ് തമിഴ്നാട്ടിൽ കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ ഉൾപ്പെടെ തന്നെ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് വിജയ് ഇതിന് മുന്നേയും എത്തിയിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള വേദികളിൽ TVK പോലൊരു പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വിജയ് ആഞ്ഞടിക്കുകയാണ്. ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഭരണപക്ഷത്തിനെതിരെയും സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയും വിജയ് ശക്തമായ രീതിയിൽ അമ്പുകൾ എയ്യുമ്പോഴേക്കും ഒരു തരത്തിലും വിജയിയെയോ TVKയോ പാർട്ടിയെയോ അനുനയിപ്പിച്ചു കൊണ്ടുപോകാം എന്ന് ഇവിടെ ആരും കരുതണ്ട എന്നുള്ളത് വിജയും പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രസംഗത്തിനിടെ വിജയ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് TVK എന്ന പാർട്ടി മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് മുൻപന്തിയിൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ സുരക്ഷ അതും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയോധികരുടെ സുരക്ഷ, ഇവരുടെ ഈ 3 വിഭാഗങ്ങളുടെയും സുരക്ഷ ഇത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നതെന്ന് കൃത്യമായി വിജയ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത്, ചെറുപ്പക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും സാധാരണപ്പെട്ട കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ലേബറേഴ്സ്, അതായത് എല്ലാ വിഭാഗത്തിലുമുള്ള തൊഴിലാളികളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൻ്റെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം നിറവേറ്റുമെന്നൊക്കെ വിജയുടെ വാക്കുകൾ ഒരുപാട് ആശ്വാസം ഒരു വലിയ വിഭാഗം തമിഴ്നാട്ടിലെ ജനതയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം വിജയ് മധുരൈ ഈസ്റ്റിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായി താൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു വിജയ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഇത് പ്രതിരോധിക്കുക DMK എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. വിജയ് തന്നെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു, DMKയും TVKയും തമ്മിലാണ് മത്സരം എന്നുള്ളത് വിജയ് ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇനി എങ്ങനെയാകും മാറി മറിയുക എന്നൊരു വലിയ ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടൊപ്പം തന്നെ സിനിമാ പ്രവേശനവും സിനിമാ പുനർപ്രവേശനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും സിനിമയെ പറ്റി ഇപ്പോൾ വിജയ് ചിന്തിക്കുന്നില്ല. സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന വിജയ് ഒരു 100% പൊളിറ്റീഷ്യനായിട്ട് തന്നെ നിലവിൽ നിൽക്കുകയാണ്. വിജയുടെ ഓരോ വാക്കുകളിൽ നിന്നും, വിജയുടെ സമ്മേളനങ്ങളിൽ നിന്നും, വിജയ് പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അക്കാര്യം വ്യക്തമാണ്. ഒരു രാഷ്ട്രീയക്കാരനായി 100% വിജയ് മാറുന്നു എന്നതിൻ്റെ ഏറ്റവും 100% തെളിവും കൂടിയാണ് ഈ 2ാം സംസ്ഥാന സമ്മേളനം മധുരയിൽ നിന്ന് നടത്തിയ വിജയുടെ ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.